ഞങ്ങൾ ഈ വെളുപ്പിനെ എണീറ്റ് പോകുന്നത് താനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. വടകരയുള്ള റിഫൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓളോട് പറഞ്ഞു നമുക്കൊരു ഓട്ടോ ഒക്കെ വിളിച്ച് പോയാൽ പോരേന്ന്. അപ്പോൾ ഓള് പറഞ്ഞ് തടിയൊക്കെ ഒന്ന് ഇളകിക്കോട്ടെ, ഇവിടെ അടുത്തല്ലേ റെയിൽവേ സ്റ്റേഷന്, നടന്നു പോകാമെന്ന്. ഞങ്ങൾ മൂവർ സംഘമാണ് ആദ്യം പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ ട്രിപ്പ് ഒന്ന് വൈബാക്കാൻ വേണ്ടിയിട്ട് മോനൂനെയും കൂടെ കൂട്ടി. നോമ്പിൻ്റെ ഒക്കെ മുന്നേ എടുത്ത വീഡിയോ ആണിത്. പക്ഷേ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ താനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. ട്രെയിൻ വന്നു, ഞങ്ങൾ കയറി. പക്ഷേ സീറ്റൊന്നും കിട്ടിയില്ല. കുറച്ച് ടൈം അവിടെ ഇങ്ങനെ നിന്ന്. അപ്പോൾ ഞാനും മോളും ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ അവിടെ 2 ചെക്കന്മാരുണ്ടായിരുന്നു. അതിലൊരാൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാനുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഞങ്ങൾക്ക് വേണ്ടി എണീച്ച് തന്നു. എന്തായാലും താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു. ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, അവമോളെ ഈ പ്രായത്തിലൊന്നും ഞാൻ ട്രെയിനിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അന്നൊക്കെ നല്ല ആഗ്രഹമായിരുന്നു ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. ദൂരെ എവിടെയെങ്കിലും കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ ട്രെയിനിൽ പോവായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. അങ്ങനെ അയൽവാസിയിലുള്ള സെക്കിന്താത്താൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നത്. ഇപ്പോഴും ട്രെയിനിൽ കയറുമ്പോൾ ആ ഒരു ഓർമ്മയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മച്ചി തന്നൊരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ച് ഇറങ്ങിയതായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചാണ്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ്, എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും കോഴിക്കോട് സ്റ്റേഷനിൽ കുറച്ച് ടൈം നിർത്തിയിടുമല്ലോ, അപ്പോൾ ചായ വട എന്തെങ്കിലും വന്നാൽ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. വിചാരിച്ചിരിക്കലേ ഉണ്ടായിട്ടുള്ളൂ, അവിടെ നിന്നൊന്നും വാങ്ങിച്ച് കുടിക്കാൻ പറ്റിയില്ല. അപ്പം ഇനി എന്തായാലും വടകര സ്റ്റേഷനിലെത്തി ആദ്യം തന്നെ ചായ കുടിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ച്. നേരത്തെ എണീറ്റതുകൊണ്ടാണ് തോന്നുന്നത്. അവിടെ എത്തിയപ്പോഴത്തേനും മോളൊന്നും ഉറങ്ങി എണീറ്റ്. യാത്രയിലൊന്നും അങ്ങനെ ഉറങ്ങാത്ത ആളാണ്. ട്രെയിൻ ഇറങ്ങി ആദ്യം കണ്ട ഹോട്ടലിൽ തന്നെ റിഫിയും മോനും ഓടി കയറിയിരിക്കണം. അങ്ങനെ കൈയൊക്കെ കഴുകിയിരുന്നപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങളൊന്നും അവിടെ ഇല്ല. എന്തായാലും അവിടെ ഉള്ളത് വാങ്ങി കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പോന്നു. എന്തായാലും ചായ കുടിച്ചപ്പോഴാണ് എല്ലാവരും ഒന്ന് ഓണായത്. അവിടുന്ന് നേരെ വടകര ബസ് സ്റ്റാൻഡിലേക്ക് പോയി. പോണ വഴിയിൽ എന്നെ 9th പഠിപ്പിച്ച പ്രദീപ് കുമാർ സാറിനെ കണ്ടിരുന്നു. സാറിനോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അങ്ങനെ ഞാൻ റിഫനോട് പറയായിരുന്നു ഇന്നെ മുന്നേ പഠിപ്പിച്ച വേറെ ടീച്ചേഴ്സിൻ്റെയും വീട് വടകരയാണെന്ന്. അപ്പോൾ ഓളും പറഞ്ഞു അവളെയും പഠിപ്പിച്ച കുറേ ടീച്ചേഴ്സ് ഉണ്ട്. റിഫൻ്റെ ഫ്രണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പോൾ നേരത്തെ അവിടെ എത്തിയതുകൊണ്ട് തന്നെ അവിടെ അടുത്തുള്ള മിനി ഗോവ ബീച്ചിലൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ് കയറി, ഓട്ടോ കയറി, നടന്ന് അങ്ങനെ ലാസ്റ്റ് ബീച്ചിലെത്തി. ഞങ്ങൾ കരുതിയത് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ ബീച്ചിലേക്ക് എന്നാണ്. പക്ഷേ വിചാരിച്ച പോലൊന്നും അല്ലായിരുന്നു. നല്ല ലോങ് ഉണ്ട്. അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് കുറേ ഉള്ളോട്ടാണ് ഈ ബീച്ച് സൈഡ് വരുന്നത്. ഒരു ശാന്തമായ കടൽ.